എനിക്ക് പോണം. നീ അങ്ങനെ എവിടെ പോവാന്ന്? ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമൂഹത്തിൽ എനിക്ക് ഇറങ്ങി നടക്കാനുള്ളതാണ്. നിങ്ങൾ ഇറങ്ങി നടക്കണം. നിങ്ങൾ ഇറങ്ങിയത് എന്താ പ്രയോജനം? എടി എനിക്ക് പ്രയോജനം ഉണ്ടോ? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും, ഞങ്ങൾക്ക് പ്രയോജനം. വഴക്കായിട്ടാ അതല്ലേട്ടാ നാത്തൂനെ കുടുംബശ്രീ വഴി മെഡിക്കൽ കോളേജിൽ തൂപ്പുജോലി ശരിയായെന്ന്. ആ പക്ഷെ ക്ലീറ്റോ ചേട്ടൻ വിടുന്നില്ല. രാവിലെ തൊട്ട് തുടങ്ങിയ വഴക്ക എന്താന്നറിയത്തില്ല. നീ ഇവിടെ ഒളിച്ചിരിക്കുന്നത് അകത്ത് പോയി കേട്ടുവിടാണ്. തങ്കം ഇടി തങ്കം എന്തോടെ എന്താ കാര്യം പറഞ്ഞേ? എന്തല്ലേ? ഒന്നുമില്ല, ഞങ്ങൾക്ക് പുതിയ മോഹം, ജോലിക്ക് പോണം പോലും. നല്ലതല്ലേ? നീ പോകുന്നില്ലല്ലോ. ഓ ഭയങ്കര നല്ലത് തന്നെ ഈ ജോലിക്ക് അങ്ങോട്ട് പോയാ. എടാ ആ ADS എന്റെ പാവത്തും തോന്നിയാടാ എനിക്കൊരു ജോലി ശരിയാക്കി തന്നത്. എന്നിട്ട് അതിന് പോവാൻ ഈ മനുഷ്യ സമ്മതിക്കുന്നില്ല. അളിയാ ജോലി എന്താണെന്നറിയാമോ? മെഡിക്കൽ കോളേജിൽ തൂപ്പ. പിന്നെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഓഫീസറായിട്ട് അവർക്ക് കിട്ടും. എടേ അത് ചെയ്ത അന്തസ്സുണ്ട്. ഞാൻ വേണമെങ്കിൽ അവക്കത് മേടിച്ചു കൊടുക്കും. എന്തോന്ന് ആ ജോലി? മെഡിക്കൽ ഓഫീസറാ? അത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല. എടേ അളിയാ, ഞങ്ങള് രാഷ്ട്രീയക്കാർ ഇവിടെ എന്തെല്ലാം മേടിക്കുന്നു. മെഡിക്കൽ കോളേജ് വരെ മേടിച്ചേക്കണേ, പിന്നെയാണ് അതിനകത്ത് ഒരു തൂക്കട മെഡിക്കൽ ഓഫീസർ. ഇതേ ഒരു കാര്യം അറിയാമോ? ഈ ADS എന്ന് പറയുന്നത് അമ്പിളിക്കുട്ടന്റെ അടുത്തയാള്. ഈ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നെ നാറ്റിക്കാൻ, എന്നെ പോലെ ഒരു പ്രമുഖനെ നാറ്റിക്കാൻ. എന്റെ പൊന്നു ക്ലീറ്റോ, പ്രമുഖൻ എന്നുള്ള പേരാണ് പ്രശ്നമെങ്കിൽ അതങ്ങ് മാറ്റിയ പോരെ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അയ്യോ പ്രയോജനം നിനക്കില്ലായിരിക്കും, നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടോ? നീ നാട്ടുകാരുടെ ചോദിച്ചു നോക്ക് ക്ലീറ്റോ ആരാന്ന്. എന്റെ പൊന്നു മോള് ഈ ആഗ്രഹം മനസ്സിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി മനസ്സിലെനിക്ക് നടക്കൂല ഇത്. ഞാൻ പോവും. നീ പോയാ അതുവഴി അങ്ങ് പൊക്കോളാം. പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. ജോലിക്കാരി വന്നേക്കണം. ഇവിടെ കുഞ്ഞു തൂക്കുമ്പോ അവക്ക് നടുവേദന. എടാ ഞാൻ എന്ത് ചെയ്യണം നീ പറ. എടാ ഈ ക്ലീറ്റോ പറഞ്ഞത് എന്തെങ്കിലും ന്യായമുണ്ടോ ചമന്തി? അല്ലെങ്കിൽ തന്നെ നാത്തൂന് എന്തിനാ ഇപ്പൊ ജോലിക്ക് പോണത്? തൊഴിലുറപ്പിന് പോണില്ലേ? അത് പോരെ? എന്നാലും എന്റെ ഏട്ടാ കഷ്ണമല്ലേ പ്രധാനമായിട്ട് വെക്കേണ്ടത്. സാമ്പാർ ഒഴിക്കുമ്പോ രസം പോലെ അല്ലേ കഴിക്കേണ്ടത്. മതി 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 മതി. ഈ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഭയങ്കര സാധന കേട്ടാ. ഞാനിവിടെ എത്ര നാളെ ഈ ടെസ്റ്റ് എഴുതി നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്കിതുവരെ ഒരു ജോലി ശരിയാക്കാൻ അങ്ങേർക്ക് തോന്നിയില്ലല്ലോ. ഓ കാണുമ്പോ എന്തൊരു സ്നേഹമാ. ജമന്തി ജമന്തി എന്ന് വിളിച്ച് വരും. നിന്നെ വേറെ വല്ല പേര് വിളിക്കാൻ പറ്റും? നീ എടുത്തേ വേറെ സ്പൂണില്ലേ? ഞാൻ എടുത്തണം. തോന്നല്ലേ ഏട്ടാ, എനിക്ക് പെട്ടെന്നൊരു ജോലി ശരിയാക്ക്. എനിക്ക് പെട്ടെന്നൊരു ജോലി ശരിയാക്കിത്താ. അതല്ല, നാത്തൂൻ ഇങ്ങനെ ബാഗും തൂക്കി ജോലിക്ക് പോണ കാണുമ്പോ പിന്നെ ഞാൻ ഇവിടെ വെറുതെ വായിട്ട് നോക്കിയിരിക്കണം. അവള് പോകുന്ന നേരം നീ കഥ അടച്ചിട്ട് അകത്തോട്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഈ കൊച്ചിനെ നോക്കി ഏട്ടന് ചോറും കറിയും വെച്ച് തന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കണോ? ഞാൻ ഇത്രയും പഠിച്ച പെണ്ണല്ലേ. പരീക്ഷ പാസ്സാവണം. പാസ്സായ മാത്രം പോരാ, കുറച്ച് സ്വാധീനം കൂടെ വേണം. ജലത്തിനുണ്ടല്ലോ, ഭാഗ്യം വേണം. ഏട്ടൻ എന്റെ കാര്യത്തിലൊരു ഉത്തരവാദിത്വം ഇല്ല, അതന്നെ കാര്യം. ഞാൻ ജോലിക്ക് പോയി അവിടെ ഇരിക്കണോ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. എനിക്ക് വല്ല കുറവുണ്ടോ? സമയാസമയം ആഹാരം കഴിക്കുന്നുണ്ട്, പുതിയ ഉടുപ്പുകൾ മേടിക്കുന്നുണ്ട്, ഓരോന്നും പറയുമ്പോൾ ആരെങ്കിലും ചെയ്യുന്നില്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇത്രയും പഠിച്ചിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ? ഇപ്പൊ നാത്തും പോണുണ്ടല്ലോ, അതിനു മുമ്പ് എനിക്കും പോണം ഒരു ജോലിക്ക്. അതാണ് കാര്യം. ഞാൻ വിളമ്പിക്കോളാം. അപ്പൊ അതാണ് കാര്യം. നാത്തും പോണോണ്ട് എനിക്കും പോണം. അതല്ല വേറെ കാര്യമൊന്നുമല്ല. നിനക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ, ബോറടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നോ നല്ല പ്രശ്നം. തങ്കത്തിന് ജോലി കിട്ടി, അപ്പൊ എനിക്ക് ജോലി കിട്ടണം. വേണം. ഏട്ടാ, ഏട്ടനൊരു കാര്യം ചെയ്യുവാ. അമ്പിളിക്കുട്ടൻ ചേട്ടനോട് പറഞ്ഞിട്ടേ എനിക്കും കൂടെ ഒരു ജോലി ശരിയാക്ക്. മതി മതി. നിറഞ്ഞു. ഒരു കാര്യമുണ്ട്, അമ്പിളിക്കുട്ടനോട് പറഞ്ഞിട്ട് ഇപ്പൊ തങ്കത്തിനായിട്ട് ജോലി ഉണ്ടല്ലോ, അത് നിനക്ക് പഠിച്ചില്ല. ആ ജോലി എനിക്ക് വേണ്ട, അത് തൂപ്പ് ജോലിയല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നീ കുളിച്ചൊരുങ്ങി റെഡി ആയിരിക്കണം. എൻ്റെ ഒരു വരേ ഷർട്ട് ഉണ്ടാ, വരേ ഷർട്ട് ഉണ്ടല്ലേ, കാവി കയ്യിൽ കിടപ്പുണ്ട് ഇവിടെ. അത് രണ്ടെടുത്ത് കൊടുത്തിട്ട് റെഡി ആയി നിൽക്കണം.
എന്തിനാ? തങ്കം രാവിലെ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, കൂടാൻ പോയാൽ മതി. എന്തു ഏട്ടാ ഇത്?